ദേശീയമായി തീരുമാനമെടുക്കാനുള്ള പരമാധികാരം വെനിസ്വേലക്കുണ്ടാവണം. ആ രീതിയിൽ ഭരണഘടന മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളും അവരെ പിന്തുണക്കുന്ന ലിബറലുകളും അവിടെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തലായിരുന്നു, മഡൂറയുടെ സ്വേച്ഛാധിപത്യമായിരുന്നു, അതിനെതിരായിട്ടുള്ള അമർഷമാണ് എന്നൊക്കെ പറഞ്ഞ് റീലിട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ. ക്യൂബൻ ഭരണാധികാരിയായ ലോകാരാധ്യനായ കാസ്ട്രോ ആണ് ലോകത്തോട് പറഞ്ഞത് ആഗോളവൽക്കരണത്തിന് ബദലുകളുണ്ട്. കൊളംബിയയിലെ മയക്കുമരുന്ന് റാക്കറ്റുകളെ, മയക്കുമരുന്ന് കാർട്ടലുകളെ ആരാണ് നയിക്കുന്നത്? അമേരിക്കൻ പെൻറ്റഗണിലെയും CIA ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. പഴയ സോവിയറ്റ് യൂണിയനൊക്കെ നിലനിന്നിരുന്ന ശീതയുദ്ധകാലത്തെ പോലെ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു ശാക്തിക ബന്ധങ്ങൾക്കകത്തല്ല ഇന്നത്തെ ലോകം. ജൈവ വിഷവാതകങ്ങൾ തളിച്ച് ഈ വിയറ്റ്നാമിലെ കുഞ്ഞുങ്ങളെ വരെ അമേരിക്ക കൂട്ടക്കൊല ചെയ്യുകയാണ്. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ലിൻഡൻ ജോൺസനാണ്. വാജ്പേയി അന്ന് അമേരിക്കയിൽ വാഷിങ്ടണിൽ പോയി മിസ്റ്റർ ലിൻഡൻ ജോൺസനെ സന്ദർശിച്ചു. മിസ്റ്റർ ഗോൾവാൾക്കറുടെ ഒരു അഭിനന്ദന സന്ദേശം അദ്ദേഹത്തിന് എത്തിക്കാനാണ്. എന്താ ഗോൾവാൾക്കർ കൊടുത്തയച്ച അഭിനന്ദന സന്ദേശത്ത് പറഞ്ഞെന്നറിയോ? അങ്ങ് ലിൻഡൻ ജോൺസൺ ലോകത്തിൻ്റെ ധർമ്മസാരഥ്യമാണ്. ജോർജ് വാഷിങ്ടണിനെ പോലെ, എബ്രഹാം ലിങ്കണെ പോലെ മഹാന്മാർ ഭരിച്ചിരുന്നൊരു രാജ്യമായിരുന്നു അമേരിക്ക. അത്തരത്തിലുള്ളൊരു രാജ്യം ഇന്ന് ഒരു ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള ഭരണാധികാരിയെ കൊല്ലുന്നു. ഈ രൂപത്തിലേക്കുള്ള അമേരിക്കയുടെ മാറ്റം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അമേരിക്ക ഒരു സാമ്രാജ്യത്വ ശക്തി എന്ന നിലക്കുള്ള അതിൻ്റെ വളർച്ചയുടെ ഒരു 1.5 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. പ്രത്യേകിച്ച് 1800കളുടെ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ തന്നെ മൺറോ സിദ്ധാന്തം മുന്നോട്ട് വെക്കപ്പെടുകയും ലാറ്റിൻ മേഖലകളാകെ ഞങ്ങൾക്ക് വടക്കേ അമേരിക്കക്കാർക്ക് അവകാശപ്പെട്ടതാണ്. അത് വടക്കൻ അമേരിക്കയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടാനാണ്. അമേരിക്ക എന്ന് പറയുമ്പോൾ വടക്കൻ അമേരിക്ക ആംഗ്ലോ സാങ്സനാണ്, തെക്കൻ അമേരിക്ക എന്ന് പറയുന്നത് ലാറ്റിനാണ്. ലാറ്റിൻ എന്ന പദം തന്നെ എന്താണ്? ഈ വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളെ ആകെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. അപ്പോൾ ലാറ്റിൻ മേഖലകളെല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെടേണ്ടതാണ്, ഈ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടേതാണ് എന്ന വാദമാണ് ആംഗ്ലോ സാങ്സൻ വംശീയവാദത്തിൻ്റെയും സാമ്രാജ്യത്വ അതിർത്തി വിപുലനവാദത്തിൻ്റെയും ഭാഗമായിട്ട് മൺറോ പ്രഖ്യാപിച്ചത്. ആ മൺറോ സിദ്ധാന്തം ജോർജ് വാഷിങ്ടൺ തൊട്ട് ഇങ്ങ് ബുഷ് വരെയുള്ള, അത് റിപ്പബ്ലിക്കനായാലും ഡെമോക്രാറ്റായാലും അമേരിക്കൻ ഭരണാധികാരികളുടെ ഉള്ളിൽ കിടന്ന് തിളക്കുന്ന ഒരു അതീശത്വബോധമാണ്. തങ്ങളാണ് ലോകത്തിൻ്റെ അതിനായകന്മാർ എന്ന ബോധം എക്കാലത്തും അമേരിക്കൻ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും നിർണയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെതിരായിട്ടുള്ള വിമോചന പോരാട്ടം, ഇപ്പോൾ സൈമൺ ബൊളീവർ ലാറ്റിൻ നാടുകളുടെ വിമോചനത്തിന് വേണ്ടി സാമ്രാജ്യത്വ വിരുദ്ധ, കോളനി വിരുദ്ധ ദേശീയതയ്ക്ക് വേണ്ടി നടത്തിയ ഐതിഹാസികമായ മുന്നേറ്റം, അത് ഏതെങ്കിലും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ മാത്രം പ്രതിനിധീകരിച്ചായിരുന്നില്ല. തെക്കേ അമേരിക്കൻ ലാറ്റിൻ മേഖലയെ ആകെ ഒന്നായി കണ്ടുകൊണ്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ, കോളനി വിരുദ്ധ, പ്രത്യേകിച്ച് ഈ പോർച്ചുഗീസ്, സ്പാനിഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു ഈ മേഖല. അപ്പോൾ സ്പെയിനിൻ്റെയും ഇന്നത്തെ അമേരിക്കയുടെ റോളാണ് പഴയ സ്പെയിനിന് ഈ മേഖലയിലുണ്ടായിരുന്നത്. ലോകാധിപതി തങ്ങളായിരുന്നതാണ്. ഈ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായിട്ട് ശക്തമായ ലാറ്റിൻ ദേശീയബോധം ഉയർത്തിക്കൊണ്ടുവന്നു സൈമൺ ബൊളീവറെ പോലുള്ള പോരാളികൾ. അവരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ഈ സ്വാതന്ത്ര്യത്തിനും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാനുള്ള ദേശീയബോധത്തിനും എതിരായിട്ട് എല്ലാ കാലത്തും ഈ പശ്ചിമ മുതലാളിത്ത രാജ്യങ്ങളെന്ന് പറയുന്ന പശ്ചിമ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഭരണകൂടങ്ങൾ ശക്തമായ അടിച്ചമർത്തൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുക,
ബൊളീവിയ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. ചെഗുവേരയുടെ ഐതിഹാസികമായ പോരാട്ടങ്ങൾ, രണോത്സുകമായ പോരാട്ടങ്ങളുടെ ഒരു ചരിത്ര സ്മരണയാണ് ബൊളീവിയ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ആ ബൊളീവിയയിലെ പട്ടാള സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ചെഗുവേര ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന വലിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ പ്രധാനമായിട്ടും ഡെത്ത് സ്ക്വാഡുകൾക്കെതിരായിട്ടാണ്. അമേരിക്കയാണ് അവിടുത്തെ ഈ ബനാന റിപ്പബ്ലിക്കുകളാണല്ലോ, പഴവിള കുത്തകകൾ, വലിയ രീതിയിലുള്ള ഫ്രൂട്ട് കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, അവരവിടുത്തെ റെഡ് ഇന്ത്യൻസായ കർഷകരെ, അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്ന റെഡ് ഇന്ത്യൻസാണ്, ആ റെഡ് ഇന്ത്യൻസായ കർഷകരെ വലിയ രീതിയിൽ അടിച്ചമർത്തി ചൂഷണം ചെയ്ത് അവരുടെ ഭൂമിയും വിഭവങ്ങളുമെല്ലാം കൊള്ളയടിച്ചു. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് സൈമൺ ബൊളീവർ മുതൽ ചെഗുവേര വരെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത്. ആ പോരാട്ടങ്ങളുടെ വലിയ മുന്നേറ്റങ്ങൾക്ക്, വലിയ കുതിപ്പിന് ആവേഗം നൽകുകയാണ് 1959 ക്യൂബൻ വിപ്ലവം. ക്യൂബൻ വിപ്ലവത്തോടു കൂടിയാണ് ലാറ്റിൻ അമേരിക്ക ആകെ ചുവക്കും എന്ന അവസ്ഥയുണ്ടായത്. ലാറ്റിൻ കരീബിയൻ മേഖല ആകെ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സായുധ പോരാട്ടങ്ങൾ ആരംഭിച്ചു. ആ സായുധ പോരാട്ടങ്ങളുടെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ചരിത്രഗതിയിലാണ് സാമ്രാജ്യത്വം CIA വലിയ ഇടപെടൽ നടത്തിയത്. ചിലിയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, എൽ സാൽവദോറിലൊക്കെ നടത്തിയ അട്ടിമറികൾ നമുക്കറിയാം. പക്ഷേ 1980-കളാകുമ്പോഴേക്കും ഈ ലാറ്റിൻ നാടുകളിൽ ഉയർന്നു വന്ന സൈനിക സ്വേച്ഛാധിപത്യത്തിനും ഈ രാജ്യഭരണകൂടങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള വലിയ വിമോചന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുടെ തുടർച്ചയിലാണ് ഈ സൈനിക സ്വഭാവമുള്ള ഭരണകൂടങ്ങൾ വലിയ പ്രയാസമാണെന്ന് സാമ്രാജ്യത്വം മനസ്സിലാക്കുന്നത്, അമേരിക്ക മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പുകൾ വരുന്നത്. 80-കൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും അവിടെ നിലനിൽക്കുന്ന ഭരണഘടന എന്താണ്? ഈ അമേരിക്കൻ അനുകൂല സൈനിക സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിൽ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടാക്കാനുള്ള ഇടപെടലാണ് 1998 വെനിസ്വേലയിൽ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വരുന്ന വഴിയുണ്ടായത്. ഷാവേസാണ്, അദ്ദേഹം നിലനിൽക്കുന്ന ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷേ ആ ഭരണഘടന വെച്ച് തൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ, ന്യൂ ലിബറലിസത്തിനെതിരായിട്ടുള്ള ബദൽ ആൾട്ടർനേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഭരണഘടന എന്താണ്? അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള വലിയ കോർപ്പറേറ്റുകൾക്ക് വെനിസ്വേലയുടെ ഭൂമിക്കടിയിലെ ധാതു വിഭവങ്ങളും ഫോസിൽ ഇന്ധനം, പ്രധാനമായിട്ട് പെട്രോൾ, ഈ പ്രകൃതിവാതകം, ഇതെല്ലാം തന്നെ എന്താണ്? ആ കുത്തുകൾക്ക് കൂടിയുള്ളതാണ്. അപ്പോൾ ഇതിനു മുകളിൽ ദേശീയമായി തീരുമാനമെടുക്കാനുള്ള പരമാധികാരം വെനിസ്വേലയ്ക്കുണ്ടാവണം. ആ രീതിയിൽ ഭരണഘടന മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളും അവരെ പിന്തുണക്കുന്ന ലിബറലുകളും എന്താണ്, അവിടെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തലായിരുന്നു, മഡൂറയുടെ സ്വേച്ഛാധിപത്യമായിരുന്നു, അതിനെതിരായിട്ടുള്ള അമർഷമാണ് എന്നൊക്കെ പറഞ്ഞ് റീലിട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ. മലയാളത്തിലും ചില ലിബറലുകളും അതേപോലെ തന്നെ ഏതോ ഒരു മാധ്യമ പ്രവർത്തനം സൂചിപ്പിച്ചത് ഒരു നിരീക്ഷക പണിക്കരുണ്ടല്ലോ, ഈ പണിക്കന്മാരൊക്കെ ഇറങ്ങിയിട്ട് എന്താണ് വലിയ രീതിയിൽ എന്താണ് അവിടെ ഈ മഡൂറ പോയതിലുള്ള ആഘോഷത്തെ ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്താ വസ്തുത? ഹ്യൂഗോ ഷാവേസിൻ്റെ തുടർച്ചക്കാരനാണ് നിക്കോളാസ് മഡൂറോ. ഹ്യൂഗോ ഷാവേസാണ് ആ രാജ്യത്ത് വെനിസ്വേലയിൽ നിലനിൽക്കുന്ന ജനങ്ങൾക്കെതിരായ, വെനിസ്വേലയുടെ, ലാറ്റിൻ അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾക്കെതിരായ ഭരണഘടന അമെൻമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. എങ്ങനെയാണ് ഭരണഘടന അമെൻമെൻറ്റ് ചെയ്ത്? ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കി. ആ നിർമ്മാണ സമിതി തെരഞ്ഞെടുപ്പിലൂടെയാണ് ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പാണ് നിർമ്മാണ സമിതി ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ വലിയൊരു ഭരണഘടനാ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മളത് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കി. ആ നിർമ്മാണ സമിതി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. ആ ഡ്രാഫ്റ്റ് എന്താണ്? പാർലമെൻറ്റിൽ മാത്രമല്ല അവിടെ ചർച്ച ചെയ്തത്, ജനങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്തു. ജനങ്ങൾ ചർച്ച ചെയ്തു. എന്നിട്ട് അതിന് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായം വോട്ടെടുപ്പിലൂടെ ഉണ്ടാക്കി. അങ്ങനെ ഭൂരിപക്ഷ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെയുണ്ടായ അഭിപ്രായ സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വെനിസ്വേലൻ ഭരണഘടന അംഗീകരിച്ചത്. ആ ഭരണഘടന എന്താണ്? വെനിസ്വേലയിലെ ധാതു വിഭവങ്ങൾക്കും അതേപോലെ തന്നെ പെട്രോൾ, പ്രകൃതിവാതക ഉൽപ്പന്നങ്ങൾക്കും മുകളിൽ അവിടുത്തെ സ്റ്റേറ്റിന്, ഗവൺമെൻറ്റിന് വലിയ അധികാരം നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്ത് താല്പര്യത്തിനാണ് ചരിത്രപരമായി ഈ മൺട്രോ സിദ്ധാന്തമൊക്കെ വന്നത്?
ലാറ്റിൻ അമേരിക്കയുടെ അക്ഷയങ്ങളായ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാനാണ്. എണ്ണയും ഈ ധാതു വിഭവങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതിന് വലിയ വെല്ലുവിളിയായി ഷാവേസിൻ്റെ ഭരണഘടന. ഷാവേസിൻ്റെ ബദൽ, ആഗോളവൽക്കരണത്തിന് ബദലുകളില്ല. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. ടിന ഒരു പ്രത്യയശാസ്ത്രപരമായി കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് നോ, ആഗോളവൽക്കരണത്തിന് ബദലുകൊണ്ടെന്ന് പറഞ്ഞത്. അത് ഷാവേസിൻ്റെ കൂടെ വഴികാട്ടിയായിട്ടുള്ള ക്യൂബൻ ഭരണാധികാരിയായ ലോകാരാധ്യനായ കാസ്ട്രോ ആണ് ലോകത്തോട് പറഞ്ഞത് ആഗോളവൽക്കരണത്തിന് ബദലുകളുണ്ട്. ആ ബദലുകൾ എന്താണ്? സോഷ്യലിസമാണ് ആ ബദൽ. ആഗോളവൽക്കരണത്തിന്, മുതലാളിത്തത്തിൻ്റെ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സോഷ്യലിസമാണ്. അപ്പോൾ കാസ്ട്രോവിൽ നിന്ന് ആശയവും ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹ്യൂഗോ ഷാവേസ് ഈ വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്ത്, വിഭവസമ്പന്നമായ ഒരു രാജ്യമാണ് വെനിസ്വല. ലോകത്തിലെ മൊത്തം പെട്രോളിയം നിക്ഷേപത്തിൻ്റെ 18% എവിടെയുള്ളത്? ഈ വെനിസ്വല എന്ന് പറയുന്ന ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്താണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികളൊക്കെ ഉള്ളത് സൗദി അറേബ്യയിലും ഇറാഖിലൊക്കെയാണ്. പക്ഷേ ഇറാഖിൽ, സൗദി അറേബ്യയിൽ ഉള്ളതിനേക്കാൾ എത്രയോ വിപുലമാണ് ഈ വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂഗർഭങ്ങളിലുള്ള ഈ ഫോസിൽ ഇന്ധന നിക്ഷേപം, എണ്ണ നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ, പ്രകൃതി നിക്ഷേപങ്ങൾ കൊണ്ട് ഏറ്റവും സമ്പന്നമായ രാജ്യമാണ്. ഇപ്പോൾ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, മുതലാളിത്തം ഒരു വ്യാവസായിക വർഗമെന്ന നിലയ്ക്ക് ചരിത്രത്തിൽ ഇന്നത്തെ രീതിയിൽ വളർന്നു വരുന്നതിൻ്റെ ഒരു ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് പഠിക്കുന്ന ഒരാൾക്ക് അറിയാം. ഇന്നത്തെ രീതിയിൽ മുതലാളിത്തം വളർന്നു വരുന്നതിന് അടിത്തറയായി നിന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ നാടുകളിലെ സ്വർണവും ചെമ്പും ഇരുമ്പും ഒക്കെ അടങ്ങുന്ന ഈ പ്രകൃതി വിഭവങ്ങളാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് ഇന്നത്തെ മുതലാളിത്തം ഒരു ലോകവ്യവസ്ഥയായി വളരുന്നതിന് അടിത്തറയൊരുക്കി കൊടുത്ത വിഭവങ്ങൾ സംഭാവന ചെയ്ത ഒന്നാണ്. അപ്പം മുതലാളിത്തം ഇന്ന് വലിയ വളർച്ചയൊക്കെ നേടി അത് യൂറോപ്പും അമേരിക്കയൊക്കെ ആയിട്ട് ലോകത്തെ ഭരിക്കാൻ വരുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് എന്താണ്? യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും വിഭവങ്ങൾ കൊണ്ടല്ല മുതലാളിത്തം ഇന്നത്തെ രീതിയിലുള്ളൊരു സാമ്പത്തിക ശക്തിയായി, ലോക മേധാവിത്വ ശക്തിയായി വളർന്നു വന്നത്. അതിന് അടിത്തറയായി നിന്നത്, പശ്ചാത്തലമായി നിന്നത് ലാറ്റിൻ അമേരിക്കയിലെ എണ്ണയും ലാറ്റിൻ അമേരിക്കയിലെ പ്രകൃതിവാദവും ലാറ്റിൻ അമേരിക്കയിലെ ഇരുമ്പും സ്വർണവും വെള്ളിയുമൊക്കെയാണ്. അത് മുതലാളിത്തത്തിൻ്റെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അനിഷേധ്യമായ ചരിത്ര സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അമേരിക്കയും യൂറോപ്യൻ മുതലാളിത്തം സാമ്രാജ്യത്വ ശക്തികളും ചേർന്ന് സൃഷ്ടിച്ചത്. ഇതിനെയാണ് നമ്മൾ നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. നവ കൊളോണിയൽ നയങ്ങളാണ് 1945 ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നേരിട്ടുള്ള കോളനി ഭരണം അവസാനിച്ചതിന് ശേഷം സാമ്രാജ്യത്വം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത്. ഇതിനെ വലിയ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് വെനിസ്വല എന്ന രാജ്യം മുന്നോട്ട് വരുന്നത്. അവർ ഭരണഘടന ഉണ്ടാക്കുക. ആ ഭരണഘടന 1998 ഷാവേസ് അധികാരത്തിൽ വരുന്നത് പഴയ ഭരണഘടന അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ്. പക്ഷേ അദ്ദേഹം എന്താണ് 2001 വീണ്ടും തിരഞ്ഞെടുപ്പെടുത്തി പുതിയ ഭരണഘടന അനുസരിച്ച്. അങ്ങനെ അധികാരത്തിൽ വന്ന് ജനങ്ങളിൽ നിന്ന് തൻ്റെ ക്ഷേമ വികസന പദ്ധതികൾക്ക് താൻ ലക്ഷ്യം വെക്കുന്ന 21ാം നൂറ്റാണ്ടിലെ സോഷ്യലിസത്തെ മുൻനിർത്തിയിട്ടുള്ള ബദൽ നയങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം വാങ്ങിച്ചു. ആ ബദൽ നയങ്ങൾ നടപ്പാക്കി. ആ ബദൽ നയങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഷാവേസ് ഈ ലോകത്ത് ചെയ്തത്? ലോകത്ത് ഇന്ന് അമേരിക്ക ഒരു മേധാവിത്വ ശക്തിയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എണ്ണ കൊണ്ടാണ്. കാരണം എണ്ണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജരൂപം. അത് ഇലക്ട്രിക് ഊർജ്ജങ്ങളിലേക്കൊക്കെ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ലിഥിയത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നുണ്ട്. ഈ ലിഥിയത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉറവ എവിടെയാണ്? ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്, ബൊളീവിയ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. അപ്പോൾ എണ്ണക്ക് മുകളിലുള്ള ആധിപത്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം നൽകുന്ന ഇന്ധനം എന്ന് പറയുന്ന എണ്ണയാണ്. എണ്ണക്ക് മുകളിലുള്ള ആധിപത്യമാണ്. ആ എണ്ണക്ക് മുകളിലുള്ള ആധിപത്യത്തെ എവിടെയെല്ലാം സ്വതന്ത്ര രാജ്യങ്ങൾ, ആത്മാഭിമാനമുള്ള, ദേശാഭിമാന ബോധമുള്ള ഭരണാധികാരികൾ ചോദ്യം ചെയ്തിട്ടുള്ളൂ, അവിടെയെല്ലാം അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്? രാഷ്ട്രീയ അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. ഇറാഖ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. 70കളിലെ അറബ് നാടുകളിലെ എണ്ണ മൈൻ ചെയ്ത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ കൊടുക്കാൻ പണം വേണം. അതിന് അവരുടെ ദേശീയ വിഭവങ്ങൾക്ക് മുകളിൽ അവർക്ക് അധികാരം വേണം. അമേരിക്കൻ കമ്പനികൾ, ഫ്രഞ്ച് കമ്പനികൾ, ബ്രിട്ടീഷ് കമ്പനികൾ അറബ് നാടുകളിൽ നിന്ന്, പശ്ചിമേഷ്യൻ നാടുകളിൽ നിന്ന് കുഴിച്ചെടുത്തു കൊണ്ടുപോകുന്ന എണ്ണക്ക്
അവർ വില കൂടുതൽ തരണമെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ എണ്ണ നിങ്ങൾക്ക് തോന്നിയതുപോലെ കുഴിച്ച് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. മൈനിങ്ങിനും പമ്പിങ്ങിനും അവർ നിയന്ത്രണം ഏർപ്പെടുത്തി. അതിനുവേണ്ടി സദ്ദാം ഹുസൈൻ എന്ന നേതൃത്വത്തിൽ ബാഗ്ദാദ് കേന്ദ്രമായി ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് ഒപ്പക്ക്. ആ ഒപ്പക്ക് സജീവമായപ്പോൾ എന്താ സംഭവിച്ചത്? അമേരിക്ക വലിയ ഭീഷണി മുഴക്കി. ആ ഭീഷണി മുഴക്കിയപ്പോഴാണ് ഒപ്പക്ക് രാജ്യങ്ങൾ, ഒപ്പക്കിൽ ഇറാൻ ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വ ദേശത്തെ എല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളും. അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും എന്താണ് ഒപ്പക്കിൻ്റെ കൂടെ നിന്നു. സോവിയറ്റ് യൂണിയൻ ഒപ്പക്കിന് പിന്തുണ കൊടുത്തു. അങ്ങനെ വന്നപ്പോഴാണ് എന്ത് പറഞ്ഞത്? സദ്ദാം ഹുസൈൻ ഒപ്പക്ക് സംഘടനകളുടെ ബാഗ്ദാദായിരുന്നു ഒപ്പക്കിൻ്റെ കേന്ദ്രം. സദ്ദാം ഹുസൈൻ ലോകത്തോട് എന്ത് പറഞ്ഞു? ഞങ്ങൾ ന്യായമായ വില തരുന്നില്ലെങ്കിൽ, ഇഷ്ടം പോലെ എണ്ണ ഒരു പരിധിയുമില്ലാതെ ഉപാധിരഹിതമായ എണ്ണ കുഴിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ എണ്ണക്കിണറുകൾ അടച്ചിടും. ഞങ്ങളുടെ രാജ്യത്തെ കിണറുകൾ അടച്ചിടും. അത് വിപ്ലവകരമായ ഒരു പ്രഖ്യാപനമായിരുന്നു. സാമ്രാജ്യത്വത്തിൻ്റെ അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ അറബ് നാടുകളിലെ ഭരണാധികാരികൾ ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ പ്രതിനിധി പറയുകയാണ് ഞങ്ങളത് അടച്ചിടുമെന്ന്. അതിൽ പ്രകോപിതനായിട്ടാണ് അന്നത്തെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ കിസിഞ്ചർ എന്ന് പറഞ്ഞത്, എണ്ണപ്പാടങ്ങൾ അടച്ചിട്ടാൽ ഞങ്ങൾ സൈന്യത്തെ അയച്ച എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുന്നു. സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളോടാണ് ഇത് പറയുന്നത്. അറേബ്യൻ നാടുകളോടാണ് ഇത് പറയുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളോടാണ് ഇതിന്. ആ ഒരു സാഹചര്യത്തിലാണ് 70കളുടെ ആ ഒരു സാഹചര്യമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദങ്ങളിൽ ബ്രിട്ടനൊക്കെ വളർത്തിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തെ ഉപയോഗിച്ച് ഇസ്ലാമിക ഭരണവ്യവസ്ഥയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, വിഭാവനങ്ങൾ മുന്നോട്ട് വെച്ച് അറബ് സമൂഹത്തിനകത്ത്, പശ്ചിമേഷ്യക്കകത്ത് നമ്മൾ ഇന്ന് കാണുന്ന ഭീകരവാദ സംഘങ്ങളെയൊക്കെ 70s ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒപ്പക്കിന് സമാനമായിരുന്നു 2001 ഹ്യൂഗോ ഷാവേസ് മുൻകൈ എടുത്തുണ്ടാക്കിയ പെട്രോ കരീബിയൻ. കരീബിയൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ എണ്ണ കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങളും ഇറാൻ ഉൾപ്പെടെയുള്ള ഈ മധ്യപൂർവ്വദേശത്തെ രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഒരു എണ്ണ വിപണനത്തിനുള്ള ഒരു ശൃംഖലയുണ്ടാക്കി. അവർ പ്രധാനമായിട്ടും അതിന് മുന്നോട്ട് വെച്ചാൽ എന്താണ്? ഞങ്ങൾക്ക് ന്യായമായ വില എണ്ണക്ക് കിട്ടണം, അല്ലാതെ ആരെയും കുഴിച്ചെടുക്കാൻ സമ്മതിക്കില്ല. മറ്റൊരു പ്രശ്നം എന്താണ്? ഏറ്റവും കുറഞ്ഞ വിലക്ക് ഞങ്ങൾ എണ്ണ എന്ത് ചെയ്യും? ലോകത്തിന് നൽകും. ഈ ഗസക്കൊക്കെ അവർ എണ്ണ നൽകി. പലസ്തീൻ രാജ്യത്തിന് അവർ എണ്ണ നൽകി, ഗ്യാസ് നൽകി. തണുപ്പ് മൂലം കഷ്ടപ്പെടുന്ന ഗസയിലെ തെരുവുകളിലെ കുഞ്ഞുങ്ങൾക്ക് താപം, ചൂടെത്തിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ഗ്യാസ് സിലിണ്ടറുകൾ നൽകി. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, സമകാലീന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഷാവേഴ്സിനെതിരായിട്ട് 2002 അട്ടിമറി ഉണ്ടായത്. ആരാ അട്ടിമറി നടന്നത്? അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ്. ഇപ്പം മഡൂറയെ അധികാരം നിന്ന് പുറത്താക്കിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ ആഘോഷങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. ആരുടെ നേതൃത്വത്തിൽ? ഇദ്ദേഹത്തിൻ്റെ, ട്രംപിൻ്റെ ഒരു മച്ചുനത്തിയുണ്ട് അവിടെ, പ്രതിപക്ഷ നേതാവാണ്. അവർക്കാണ് നോബൽ സമ്മാനം കൊടുത്തത്, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുത്തത്. ആരാണ് അവർ? മച്ചോട്, മറിയ മച്ചോട്. ഈ മറിയ മച്ചോടിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ എന്താണ്? അവിടുത്തെ ബഹുരാഷ്ട്ര കുത്തകളുടെ, അമേരിക്കൻ കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബിസിനസ് കാർട്ടലുകളും അതേപോലെ തന്നെ മുൻ പട്ടാളക്കാരും പോലീസ് മേധാവികളൊക്കെ ചേർന്നുകൊണ്ട് ഇവരെയാണ് പണ്ട് അധികാരത്തിലിരുന്നു കൊണ്ട്, ഔദ്യോഗിക പദവിയിരുന്നു കൊണ്ടാണ് ഷാവേസ് സർക്കാരിനെതിരായിട്ട് അവർ അട്ടിമറി നടത്തിയത്. പക്ഷേ ആ അട്ടിമറിയെ വെനിസ്വലൻ ജനതയും വെനിസ്വലൻ സൈന്യത്തിലെ സോഷ്യലിസ്റ്റുകളും ഇടതുപക്ഷക്കാരുമായ ആളുകൾ ചേർന്ന് വലിയ രീതിയിൽ പ്രതിരോധിച്ചു. ആ അട്ടിമറിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഷാവേസ് വീണ്ടും അധികാരത്തിൽ വന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു നിർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത് എന്താണ്? മഡൂറയെ വളരെ നേരത്തെ തന്നെ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരിയ കുറിൻ മച്ചോടേക്ക് നോബൽ സമ്മാനം കൊടുക്കുന്നു. അവരെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നു. അവർ ഭയങ്കര ആളാണ്, ലോകത്തിൽ തന്നെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അട്ടിമറിയും കുത്തിത്തിരിപ്പിനും വേണ്ടിയിട്ട് അവരെ രംഗത്തിറക്കുന്നു. വലിയ ഗൂഢാലോചനാപരമായ നീക്കം നടത്തുന്നു. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനു മുകളിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വ്യോമാക്രമണം നടത്തുകയാണ്. കാരക്കസിലെ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമ നാവിക താവളങ്ങൾക്കേറെ ആക്രമണം നടത്തുകയാണ്. അവിടുത്തെ സൈനിക കേന്ദ്രത്തിന് അടുത്താണ് പ്രസിഡൻറ്റിൻ്റെ വസതി. സൈനികാക്രമണം നടത്തിയിട്ട് എന്താണ്? അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ്. ഈ ഡെൽറ്റ ഫോഴ്സ് 1977 ഉണ്ടാക്കുന്നത് അമേരിക്കൻ പെൻറ്റഗൺ. ഈ ഡെൽറ്റ ഫോഴ്സിൻ്റെ പ്രധാന ദൗത്യം എന്താണ്? ഈ അറബ് മധ്യപൂർവ്വ ദേശത്തും ഏഷ്യൻ ലാറ്റിൻ നാടുകളിലൊക്കെ വളർന്നു വരുന്ന തീവ്രവാദമൊന്നും അവർ പറയുന്നത്
വളർന്നു വരുന്ന അമേരിക്കൻ വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, രാഷ്ട്രീയ നേതാക്കളെ ആക്രമിക്കുക എന്നുള്ളതാണ്. അവരെ നിലനിർത്തുക, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രത്യേകമുണ്ടാക്കിയ ഒരു സേനാ വിഭാഗമാണ് ഡെൽറ്റ ഫോഴ്സ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ സൈനിക ക്യാമ്പുകൾ വ്യോമാക്രമണത്തിലൂടെ ബോംബിട്ട് തകർത്തതിന് ശേഷം ആ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ വസതിയിൽ ചെന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടനാണോ? ഇത് വെള്ളരിക്കപ്പെട്ടനാണോ? നമ്മൾ ഏകാന്തതയുടെ 100 വർഷങ്ങൾ വായിക്കുമ്പോൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നതിനാണ് ബാഹ്യമായ ശക്തികൾ, നമ്മൾക്ക് അദൃശ്യമായ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിർണ്ണയിക്കുന്ന രീതിയിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയം ഏകാന്തതയുടെ 100 വർഷങ്ങളിലൂടെ പറയുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ നനച്ചിരിക്കാത്ത സമയത്ത് എന്താണ് ബോംബിട്ട് തകർക്കുക, വ്യോമകേന്ദ്രങ്ങളും നാവിക കേന്ദ്രങ്ങളും ഒക്കെ ബോംബിങ്ങിൽ തകരുക, സിവിലിയന്മാർ വസിക്കുന്ന പൊതുസ്ഥലങ്ങളിലേക്ക് ബോംബിടുക. ആ ബോംബിൻ്റെ ധൂമപടലങ്ങൾക്കിടയിലൂടെ എന്താണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന ക്രിമിനലുകളായ സേനാസംഘം ഇറങ്ങി ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ, പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും അയാളുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൊണ്ടുപോവുക. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഇതിന് നീതിബോധമുള്ള രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും അംഗീകരിക്കുന്ന ഒരാധുനിക സമൂഹത്തിന്, ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ രീതിയിലുള്ള പാതകങ്ങൾ, കുറ്റകൃത്യങ്ങൾ ലോകത്തിന് അടിച്ചേൽപ്പിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ലോകത്തോട് പറയുന്ന അമേരിക്ക എന്താണ്? അമേരിക്കയിലെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കേസ് ഈ വിഷയത്തിൽ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഞങ്ങൾക്ക് പ്രധാനമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ലഹരി മാഫിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഡ്യൂറോ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്നുള്ള ട്രംപിന്റെ വാദത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അല്ല, ലോകത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ മയക്കുമരുന്ന് കാർട്ടലുകളുടെയും സിൻഡിക്കലുകളുടെയും ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ മൊത്തം കുത്തക അമേരിക്കക്കാണ്, CIA-ക്കാണ്. അമേരിക്കൻ സെനറ്റ് കമ്മിറ്റിക്ക് മുമ്പിൽ തന്നെ ഇത് സംബന്ധമായ നിരവധി വിവരങ്ങൾ തെളിവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ ലോകത്തെവിടെയും ഈ കൊക്കൈൻ എത്തിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? കൊളംബിയയിലാണ്. ആ കൊളംബിയയിലെ മയക്കുമരുന്ന് റാക്കറ്റുകളെ, മയക്കുമരുന്ന് കാർട്ടലുകളെ ആരാണ് നയിക്കുന്നത്? അമേരിക്കൻ പെൻറ്റഗണിലെയും CIA-യിലെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോൾ നിക്കാരാഗ്വയിലെ ഭരണാധികാരി, അദ്ദേഹം അവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന്, സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയൊരു അട്ടിമറി അമേരിക്ക പ്ലാൻ ചെയ്തു. എൽ സാൽവദോർ, നിക്കാരാഗ്വയുടെ തൊട്ടടുത്ത അയൽ രാജ്യമാണ് എൽ സാൽവദോർ. അവിടുത്തെ ഇടതുപക്ഷത്തെ അട്ടിമറിച്ച് അവിടെ ഒരു സൈനിക ഭരണം കൂടത്തെ കൊണ്ടുപോയി അവരെ അവരോധിച്ചു. എന്നിട്ട് അവിടെയാണ് എന്ത് ചെയ്യുന്നത്? നിക്കാരാഗ്വയിലെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മിലിറ്റൻറ്റുകളെ പരിശീലിപ്പിച്ചത് കോൺട്രാകൾ. ഈ കോൺട്രാകൾ വലിയ രീതിയിൽ ആക്രമിച്ചു നിക്കാരാഗ്വയെ, ജനങ്ങളെ, സിവിലിയന്മാരെയൊക്കെ ആക്രമിച്ചു. ലോകത്തിൻ്റെ വലിയ എതിർപ്പത് വിളിച്ചു വരുത്തി. അങ്ങനെ വന്നപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോൺട്രാകൾക്ക് ധനസഹായം നൽകുന്നത് നിർത്തി. ആ ഒരു പ്രതിസന്ധിയിൽ CIA എന്ത് ചെയ്തു? ഇവരെ നിലനിർത്തണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൗനസമ്മതത്തോടു കൂടി അവർ ഈ ലാറ്റിൻ അമേരിക്കൻ, കൊളംബിയൻ രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ മയക്കുമരുന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കൊണ്ടുപോയി വിറ്റു. ഇത് സംബന്ധമായ അമേരിക്കയിൽ നിരോധിക്കപ്പെട്ടൊരു പുസ്തകമുണ്ട്. ഗാരി വെബ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹമാണ്. ബ്ലാക്ക് അലയൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഗാരി വെബിൻ്റെ ബ്ലാക്ക് അലയൻസ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കൊണ്ടുവന്നത്. അമേരിക്കയിലെയും ലോകത്ത് പലയിടത്തും പ്രവർത്തിക്കുന്ന ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെയും ഡ്രഗ് കാർട്ടലുകളുടെയും പിറകിൽ അമേരിക്കൻ CIA ഉണ്ട്. എന്തിനു വേണ്ടി? തങ്ങളുടെ രാഷ്ട്രീയ അട്ടിമറികൾക്കും തങ്ങൾക്കനഭിമതരായ ഭരണകൂടങ്ങളെയും രാജ്യങ്ങളെയും നേതാക്കളെയും തകർക്കാനും വേണ്ടി CIA, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ധനസഹായത്തിന് പുറത്ത് പണമുണ്ടാക്കുന്നത് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ്. ലോസ് ആഞ്ചലസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ സ്റ്റേറ്റുകളിൽ വലിയ രീതിയിൽ ഈ ക്രാക്ക്, ഈ കൊക്കൈൻ്റെ ഒരു പ്രത്യേകതരം ബിസ്ക്കറ്റാണ് ക്രാക്ക്, കടിച്ചു തിന്നുന്ന ഈ ഒരു ബിസ്ക്കറ്റ് പോലുള്ള, ഇത് വലിയ രീതിയിൽ വ്യാപിക്കുകയും വലിയ എഡിക്ഷൻ ഉണ്ടാക്കുകയും ചെയ്തോടെ
അതിൻ്റെ വലിയ ഇപ്പോൾ മനോരോഗങ്ങളിലേക്ക് ചെറുപ്പക്കാരെ ക്രിമിനൽ പ്രവൃത്തികളിലേക്ക് യുവാക്കൾ എത്തപ്പെട്ടു. അപ്പോൾ ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമായി വന്നപ്പോഴാണ് ഇതിലേക്ക് അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെൻ്റ് ഒക്കെ നീങ്ങുന്നത്. അപ്പോൾ ആ സമയത്താണ് ഗാരി വെബ് ഇങ്ങനെ ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിക്കുകയും അത് പുസ്തകമാവുകയും ചെയ്യുന്നത്. ആ പുസ്തകം പുറത്തു വന്നപ്പോൾ അത് ഡ്രഗ് മാത്രമല്ല, അമേരിക്കയിൽ ലോകത്ത് നടക്കുന്ന പല അധോലോക സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും അമേരിക്കൻ സ്റ്റേറ്റിനും CIA-ക്കും നേരിട്ടുള്ള പങ്ക് വിശദീകരിക്കുന്ന ആ പുസ്തകം. അപ്പം ലാറ്റിൻ അമേരിക്കയിലെ നിക്കാരാഗോയ്ക്കെതിരായിട്ട് കോൺട്രകൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയാണ് അവർ. എന്തിന്? നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാൻ്റെ മലകളിൽ എന്തുണ്ട്? കറുപ്പ് കൃഷിയുണ്ട്. അന്നത്തെ ഈ മുജാഹിദീൻ മിലിറ്റൻറ്റുകളെ പാകിസ്ഥാനിൽ പരിശീലിപ്പിച്ച് അവിടുത്തെ മതപാഠശാലകൾ പരിശീലിപ്പിച്ച് ഈ ഈ പഷ്തൂൺ മലകളിലൊക്കെ വിന്യസിക്കുന്നതിൽ നേതൃത്വം കൊടുത്ത CIA മേധാവിയാണ്. 1970 അവസാനത്തെ CIA മേധാവിയാണ് ആര്? വില്യം കാസി. 79 മുതൽ 90 വരെ അമേരിക്കയിൽ CIA നയിച്ച ആളാണ് ആര്? വില്യം കാസി. അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം അമേരിക്ക ഈ CIA പോലുള്ള ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങൾക്ക്, അന്തർദേശീയ ചാരപ്രവർത്തനത്തിന് ഇനി ഇങ്ങനെ പണം ചെലവാക്കേണ്ടതുണ്ടോ? സോവിയറ്റ് യൂണിയൻ പോയല്ലോ, ശീതയുദ്ധം അവസാനിച്ചല്ലോ എന്ന രീതിയിൽ അത് പഠിക്കാൻ വേണ്ടി ഒരു സെനറ്റിൻ്റെ കമ്മിറ്റി വെച്ചു. ആ സെനറ്റ് കമ്മിറ്റിക്ക് മുമ്പിൽ പഴയ CIA മേധാവിയായ വില്യം കാസി നൽകുന്ന മൊഴിയുണ്ട്, സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അയാൾ പറഞ്ഞ എന്താണ്? സോവിയറ്റ് യൂണിയൻ തകർന്നെങ്കിലും ലോകത്ത് അമേരിക്കക്ക് ഭീഷണിയാവുന്ന നാനാവിധമായ പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ എന്ത് വേണം? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ CIA ശക്തിപ്പെടുത്തി നിൽക്കണം. പ്രത്യേകിച്ച് പ്രതിവിപ്ലവ പ്രവർത്തനങ്ങൾ, അട്ടിമറികൾ, ഇതൊക്കെ സംഘടിപ്പിക്കുന്നതിന് CIA-ക്ക് വലിയ പങ്കുണ്ട്. ആ സമയത്താണ് അദ്ദേഹം ഈ അഫ്ഗാനിസ്ഥാനിലെ ഡോക്ടർ നജീബുള്ള ഗവൺമെൻറ്റിനെതിരായിട്ട് ഇസ്ലാമിനെ പ്രത്യയശാസ്ത്രമാക്കിക്കൊണ്ട് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ, മുജാഹിദീൻ മിലിറ്ററിയെ ഉണ്ടാക്കുന്നതിൽ അന്ന് CIA സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം വേണ്ടത്ര കിട്ടാത്തതുകൊണ്ട് നടത്തിയ മയക്കുമരുന്ന് കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞത്. അമേരിക്കയിൽ നിന്ന് കാസ്പിയൻ കടൽ വഴി സഞ്ചരിച്ച് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇറക്കി കൊടുക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, ആയുധങ്ങൾ ഇറക്കിയ കപ്പലുകൾ തിരിച്ചുപോയത് അതിൽ നിറയെ എന്തുമായിട്ടായിരുന്നു? കറുപ്പ് ഇട്ടായിരുന്നു. വില്യം കാസി നൽകിയതാണ്. ഇപ്പോൾ യേൽ സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുള്ള താലിബാനെക്കുറിച്ചുള്ള വിശദമായൊരു പഠനമുണ്ട്. അത് അഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം ഈ ഭീകരവാദവും അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള സർക്കാരിനെതിരായിട്ടുള്ള അട്ടിമറിയും അതിന് പിറകിൽ CIA നടത്തിയ ഇടപെടലും അതിന് പണമുണ്ടാക്കാൻ വേണ്ടി CIA എങ്ങനെ ഈ ആയുധ കച്ചവടവും മയക്കുമരുന്ന് കച്ചവടവും വികസിപ്പിച്ചു എന്നതടക്കമുള്ള നിരവധി വിവരങ്ങളുണ്ട്. നേരിട്ട് നജീബുള്ള ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടി $60,000 കോടി അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത് അതിന് പുറത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ലോകത്ത് എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഡ്രഗ് ട്രാഫിക്കിംഗ്, അതേപോലെ തന്നെ ഡ്രഗ് ബിസിനസ് എന്നൊക്കെ പറയുന്നതിന് പിറകിൽ അമേരിക്കൻ ഭരണകൂടമുണ്ട്. അമേരിക്കൻ CIA എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ചാര സംഘടനയുണ്ട്. 1989 ഇതേപോലെ ഒരു ജനുവരി മാസത്തിലാണ് പനാമയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് നൊറീഗയെ പനാമയിലേക്ക് അമേരിക്കൻ പട്ടാളം ചെന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് ഇതേപോലെ കയ്യാമം വെച്ച് വിമാനത്തിൽ കയറ്റി അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. എന്താണ് നൊറീഗയ്ക്കെതിരായിട്ട് ആരോപിക്കപ്പെട്ട കുറ്റം? ഇതേപോലെ എന്താണ്? മയക്കുമരുന്ന് ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. മഡൂറ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവിന്, അദ്ദേഹം ഒരു തൊഴിലാളി വർഗ നേതാവാണ്, ഒരു ബസ് ട്രക്ക് ഡ്രൈവറായിരുന്നു അദ്ദേഹം. അതിൽ നിന്ന് വളർന്നു വന്ന ഷാവേസിൻ്റെ അനന്തരാവകാശിയായിട്ട് തുടർച്ചക്കാരനായിട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് തൊഴിലാളി വർഗ സംസ്കാരമാണ്. അദ്ദേഹം മയക്കുമരുന്ന് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണല്ല. അമേരിക്ക വെനിസ്വലക്കെതിരായി ഏർപ്പെടുത്തിയ ഉപരോധവും വെനിസ്വലൻ സമൂഹം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. വെനിസ്വലയിൽ പല ആളുകളും എന്താണ് ഈ കൊളംബിയയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുപോകുന്ന കാർട്ടലുകളുമായിട്ട് ബന്ധമുണ്ട്. കാർട്ടൽ സിലോസോ എന്നാണ് അതിൻ്റെ പേര്. കാർട്ടൽ സിലോസോ അതൊരു നാർക്കോട്ടിക് കൊളോണിസത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പിറകിലും അമേരിക്ക തന്നെയായിരിക്കും. നാളെ അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഈ കാർട്ടൽ സിലോസോവിൻ്റെ മയക്കുമരുന്ന് കടത്തിൽ, ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ വെനിസ്വലയിലെ ചെറുപ്പക്കാർ പങ്കാളികളാവാം.
ഇനി ഇത്തരം സംഘങ്ങളെ അടിച്ചമർത്താനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മഡൂറോയ്ക്ക് അമേരിക്ക പിന്തുണ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? മഡൂറോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണോ വേണ്ടത്? അവിടെ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കുകയാണോ വേണ്ടത്? അവിടെ അട്ടിമറിക്ക് വേണ്ടിയിട്ട് മച്ചോടയെ പോലുള്ള ഒരു ഏജൻറ്റിനെ ഇറക്കുകയാണോ വേണ്ടത്? അപ്പോൾ അവർക്ക് മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധമല്ല, വാർ അഗെയിൻസ്റ്റ് ഡ്രഗ് എന്നൊക്കെ അവർ ഇങ്ങനെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഈ മേഖലയിലെ വിഭവങ്ങളും സമ്പത്തും കൊള്ള ചെയ്തു കൊണ്ടുപോകാൻ അമേരിക്കക്ക് വിഘാതമായി നിൽക്കുന്ന, അമേരിക്കക്ക് ഭീഷണിയായിത്തീരുന്ന ഭരണകൂടങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇല്ലാതാക്കുക എന്നതാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ലോകത്ത് ഈ ചൈന പോലെ അല്ലെങ്കിൽ റഷ്യ പോലെയുള്ള വൻ ശക്തികളായുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? കൂടാതെ അവർ ഇതിനകത്ത് ഇടപെടുമ്പോൾ അതൊരു കോൾഡ് വാറിലേക്കൊക്കെ പോകാനും ലോകത്തിൻ്റെ സമാധാനം വീണ്ടും ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയില്ലേ? ഇപ്പോൾ ഉത്തര കൊറിയയുടെ ഭരണാധികാരിയാണ്, അവിടുത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ നയിക്കുന്ന ഉന്നാണ്, കിം ജോങ് ഉന്നാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇടവേണ്ടി വരും, ഇതൊരു ലോകയുദ്ധത്തിലേക്ക് നയിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അധികാരവും ആയുധശേഷി ഉപയോഗിച്ച് അമേരിക്ക ചെറിയ രാജ്യങ്ങളെ, ദുർബല രാജ്യങ്ങളെ, ഭരണകൂടങ്ങളെ ഈ രീതിയിൽ വേട്ടയാടിയാൽ ഞങ്ങൾക്കതിനെ പ്രതിരോധിക്കേണ്ടി വരും എന്ന വളരെ ഉത്തരവാദിത്വപൂർവമായ ഒരു സാർവദേശീയ നിലപാടാണ് ആര് പറഞ്ഞത്? കിം ജോങ് ഉൻ പറഞ്ഞത്. അദ്ദേഹത്തിനത് പറയാൻ ധൈര്യം കിട്ടിയ എന്തുകൊണ്ടാണ്? അമേരിക്ക വികസിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയെ പ്രതിരോധിക്കാൻ നമ്മുടെ കൊറിയൻ സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഈ വടക്കൻ കൊറിയ എന്ന് പറയുന്നത്. വടക്കൻ കൊറിയയെക്കുറിച്ച് മലയാളത്തിലെ ലിബറൽ ബുദ്ധിജീവികളൊക്കെ അവിടെ ഭയങ്കര സ്വേച്ഛാധിപത്യമാണ്, ഭീകരാണ് എന്നൊക്കെയുള്ള കഥകൾ പ്രചരിപ്പിക്കും. അവിടെ ജനാധിപത്യപരമായ ഒരു ഭരണവാഴ്ച നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം, അത് മറ്റൊരു വിഷയമാണത്. പക്ഷേ ഈ അമേരിക്കൻ ലിബറലുകൾ, അമേരിക്കൻ ബുദ്ധികേന്ദ്രങ്ങൾ, അവിടുത്തെ ചിന്താസംഭരണികൾ പടച്ചുവിടുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾക്ക് അടിപ്പെട്ടിട്ട് എന്താണ് ഈ മച്ചോടിന് നോബൽ സമ്മാനം കൊടുത്തപ്പോഴും ഇവിടെയുള്ള ലിബറൽ ബുദ്ധിജീവികൾ എന്താണ് മച്ചോട് ഭയങ്കര ആദർശമാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ട ആൾക്കാരാണ്. പിന്നീട് അതൊക്കെ വലിയ രീതിയിൽ ഇടതുപക്ഷ പ്രൊഫൈലുകൾ വലിയ രീതിയിൽ അതിനെ അപലപിക്കുകയും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അത്തരം ആളുകൾ പലരും തിരുത്തിയത്. അപ്പോൾ ഇപ്പോൾ മഡൂറോയുടെയും പ്രശ്നത്തിൽ അതുണ്ട്. നമ്മൾ വളരെ ആദരണീയരായി കാണുന്ന വ്യക്തികൾ പോലും അവിടെ ഭയങ്കര സ്വേച്ഛാധിപത്യമായിരുന്നു എന്ന് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഭൂപ്രദേശത്ത് വലിയ രീതിയിലുള്ള ഈ ദാരിദ്ര്യവും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചത് അമേരിക്കൻ ഉപരോധമാണ്. ഇതേ പ്രശ്നം ക്യൂബയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കൻ ഉപരോധം വലിയ ജീവിത പ്രതിസന്ധികളിലേക്ക്, സമ്പദ്ഘടനയുടെ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലേക്ക് ക്യൂബയെ എത്തിക്കുകയാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ എന്താണ് ഈ സോഷ്യലിസത്തിനും ഈ തങ്ങൾക്ക് അനഭിമതമായ ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ആ വികാരത്തെ തിരിച്ചുവിട്ട് അവിടെ കലാപുണ്ടാക്കും, അവിടെ അട്ടിമറി നടത്തുന്ന അമേരിക്കയുടെ അതിനെ പ്രതിരോധിക്കും എന്ന നിലപാട് ഇപ്പോൾ ഉത്തര കൊറിയ പറഞ്ഞിട്ടുണ്ട്, ചൈനയും പറഞ്ഞിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയെ സൈനിക താവളമാക്കാനാണ് നീക്കമെങ്കിൽ, ഇതങ്ങനെയാണല്ലോ, ഒരു പരമാധികാര രാജ്യത്ത് കടന്ന് തങ്ങളുടെ സൈന്യം പ്രവർത്തിക്കുക, സൈനിക താവളമാക്കാനാണ് നീക്കമെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും, അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് ഷി ജിൻപിങ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ പഴയ സോവിയറ്റ് യൂണിയനൊക്കെ നിലനിന്നിരുന്ന ശീതയുദ്ധകാലത്തെ പോലെ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു ശാക്തിക ബന്ധങ്ങൾക്കകത്തല്ല ഇന്നത്തെ ലോകം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും സൂക്ഷ്മത പാലിച്ചുമാണ് അവർ പോകുന്നത്. ഇപ്പം ഗസയുടെ പ്രശ്നത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. തീർച്ചയായിട്ടും ലോകാഭിപ്രായം അമേരിക്കക്കെതിരാണ്. ന്യൂയോർക്കിൽ വരെ എത്ര പ്രകടനം, ഓരോ ദിവസവും എന്താണ് നമ്മളെപ്പോലെ ഒരു പ്രകടനം നടത്തിയ ആളുകൾ പിരിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത്. ഒരു പ്രകടനത്തിന് പിറകെ മറ്റൊരു ഗ്രൂപ്പ്, വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ, വിവിധ ജനവിഭാഗങ്ങൾ ഈ വെനിസ്വലയിലെ ഈ ഒക്യുപ്പേഷന്, വെനിസ്വലയിലെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോകുന്നതിനെതിരായിട്ട് അമേരിക്കയിൽ, ഇത് ഞങ്ങൾ അമേരിക്കക്കാർക്ക് വേണ്ടിയല്ല, ഇത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭ്രാന്തൻ ട്രംപ് ചെയ്തതാണ് എന്ന മുദ്രാവാക്യം ന്യൂയോർക്കിൽ, വാഷിങ്ടണിലൊക്കെ ഉയരുന്ന അവസ്ഥയാണ്. ലോകത്താകെ ആ പ്രതിഷേധം ഉണ്ട് എന്നുള്ളതാണ്. ആ ലോകാഭിപ്രായം തീർച്ചയായിട്ടും എന്താണ്, ഇന്ന് ലോകത്തിന് ഈ ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്കെതിരായിട്ട് അമേരിക്കയും അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന നിയോലിബറൽ മൂലധന ശക്തികൾ ഉയർത്തുന്ന ഭീഷണികൾക്കെതിരായിട്ട് വലിയ ഒരു ബഹുജന വികാരം, ലോകവികാരം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. UN-ൻ്റെ ഇടപെടൽ ഇതിനകത്ത് വലിയ രീതിയിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലടക്കം UN ഇടപെടൽ നടക്കുന്നില്ല. ഒരു രാജ്യത്ത് ജനങ്ങൾ സ്വീകരിച്ച, ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ലീഡറിനെ മറ്റൊരു രാജ്യം പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും UN ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെടാത്തത്? അല്ല, UN-ൻ്റെ ഘടന തന്നെ എന്താണ്, രണ്ടാം ലോകമായതിനു ശേഷം UN ഉണ്ടായതിനു ശേഷം UN-ൻ്റെ ഘടന തന്നെ
അതിൻ്റെ നിർവഹണ സംവിധാനം തന്നെ അമേരിക്കൻ അനുകൂലമാണ്. അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ അതിലൊക്കെ തന്നെ അമേരിക്കക്കാണ് വീറ്റോ പവറുണ്ട്. അതേപോലെ തന്നെ UN പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നൽകുന്ന ആരാണ്? പ്രധാനമായിട്ടും അമേരിക്കയാണ്. അത് ഞങ്ങൾ നിർത്തുമെന്നാണ് ട്രംപ് അധികാരമേറ്റെടുത്ത ഉടനെ പറഞ്ഞത്. അപ്പോൾ UN അങ്ങനെ നിർത്തും. പക്ഷേ UN അർപ്പിതമായ അന്താരാഷ്ട്ര ഉത്തരവാദിത്വം അത് നിർവഹിക്കാൻ ഈ പരിമിതികൾക്കകത്ത് മുന്നോട്ട് വരേണ്ടതുണ്ട്. ധീരമായ നിലപാടത് എടുക്കേണ്ടതുണ്ട്. സ്വതന്ത്രമായ ഒരു രാജ്യത്ത്, ഒരു പരമാധികാര റിപ്പബ്ലിക്കിനകത്ത് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റിനെ ഒരു കുറ്റം ആരോപിച്ച് പിടിച്ചു കെട്ടി കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന ഒരു ലോകശക്തിയായിട്ട് അമേരിക്ക നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കാടത്തമാണ്. അത് ആധുനിക രാഷ്ട്രസങ്കല്പങ്ങൾക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള സ്വതന്ത്രമായ തുല്യമായ ബന്ധങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന അതിനായകത്വ ബോധമാണ്. ആ അതിനായകത്വ ബോധത്തെ തീർച്ചയായിട്ടും UN ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച നിർവചിതമായ വ്യവസ്ഥകൾ പ്രകാരം ഇതൊരു കുറ്റകൃത്യമാണ്, ഇതിനെതിരായിട്ട് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യവാദികളായ എല്ലാവർക്കും പറയാൻ കഴിയുക. നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയുന്നത്, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. മറ്റു ഇതര പാർട്ടികളൊന്നും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ സംസാരങ്ങളോ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അല്ല, ലോകത്ത് 1917 ശേഷം ലോകത്ത് സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനുമെതിരായിട്ട് സർവ്വ പിന്തിരിപ്പത്വത്തെയും എല്ലാ കാലഘട്ടപ്പെട്ട ആശയങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു വലതുപക്ഷ ചേരിയുണ്ട്. അപ്പം ജനാധിപത്യപരമായ സമൂഹത്തിൻ്റെ ഉണർവും അതിൻ്റെ വിപുലമാകുന്ന ബോധവും ഒക്കെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ അധിനിവേശത്തെയും അധിനിവേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം അട്ടിമറികളെയും ഇത്തരം സാർവദേശീയ പാതകങ്ങളെയൊക്കെ എതിർക്കുന്നതിലേക്ക് വളരെ ശക്തമായ വികാരം ഉണ്ടായത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, 90-കൾക്ക് ശേഷം ഈ നിയോലിബറൽ നയങ്ങൾക്കൊപ്പം സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു തീവ്ര വലതുപക്ഷം, വളരെ കൺസർവേറ്റീവായ ഒരു വലതുപക്ഷം മേൽക്കൈ നേടുകയാണ്. ഇതിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ പാർട്ടിയാണ്. നെഹ്റു എന്ന് പറയുന്നത് 1940-കളുടെ അവസാനത്തോടുകൂടി ലോകത്താകെ വൻശക്തി മേധാവിത്വമുയർത്തുന്ന ഭീഷണിയെ തിരിച്ചറിഞ്ഞ് പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളുടെ ഒരു സ്വതന്ത്രവേദി ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ്. വൻശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും സ്വതന്ത്ര രാജ്യങ്ങളുടെ സ്വതന്ത്രമായ അസ്തിത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നെഹ്റുവും ചൈനയിലെ ചൗലായും യൂഗോസ്ലോവിയയിലെ മാർഷൽ ടിറ്റോവും ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസറും ഒക്കെ ചേർന്നുകൊണ്ട് ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. ആ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒരു സാർവദേശീയ സമീപനത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90-കളുടെ പിറകോട്ട് പോയി. ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനോ ഒരു മതാധികാരത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രവുമായിട്ട് നയതന്ത്രപരമായ ബന്ധം പുലർത്താനോ എൻ്റെ രാജ്യം ഒരിക്കലും തയ്യാറാകില്ലെന്ന് പറഞ്ഞ നേതാവാണ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. ആ പ്രഥമ പ്രധാനമന്ത്രിയുടെ പ്രസ്ഥാനമാണ് 90-കളിൽ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയെ ഷിമോൺ പെരേസിനെ ഇവിടെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച് പാലം വിമാനത്താവളത്തിൽ കൊണ്ടുവന്നിട്ട് ഹിന്ദി ഹീബ്രു ബായ് ബായ് മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ അതൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വന്നൊരു അപജയമാണ്. അത് തിരിച്ചറിയുക. ഇന്ന് ജനാധിപത്യത്തിന് വേണ്ടി ഈ നവ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരായിട്ടുള്ള സമരത്തിൽ സാർവദേശീയ തലത്തിൽ അമേരിക്ക ഉയർത്തുന്ന ഭീഷണിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സാർവദേശീയ തലത്തിൽ മനുഷ്യരാശിക്കെതിരായിട്ടുള്ള വലിയ വെല്ലുവിളിയാണ് അമേരിക്ക ഉയർത്തുന്നത്. അതിനെതിരായിട്ട് ഒന്നിച്ച് നിൽക്കാൻ കഴിയണം, വലിയ പ്രതിഷേധം ഉയർത്തണം എന്നുള്ളതാണ്. ഈ സയനിസ്റ്റുകളോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളോ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അവർ തീർച്ചയായിട്ടും എന്താണ്, ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പമാണ്. അതിൻ്റെ ഹെജ്മണി ഇന്ത്യയിൽ സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, രാഷ്ട്രങ്ങളുടെ സ്വതന്ത്ര പദവി ആഗ്രഹിക്കുന്ന, രാഷ്ട്രങ്ങളുടെ പരമാധികാരം വളരെ പ്രധാനമാണെന്ന് ചിന്തിക്കുന്ന എല്ലാ ആധുനിക ജനാധിപത്യവാദികളും മറ്റഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് അമേരിക്കയുടെ ഈ ലോകാധിപത്യത്തിന് വേണ്ടി അവർ നടത്തുന്ന ഈ നൃശംസനീയമായ ഇടപെടലുകൾക്ക്, അട്ടിമറികൾക്കെതിരായിട്ട് ഒന്നിച്ചു നിൽക്കണം. ട്രംപിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഈ വിഷയത്തിൽ സംഘപരിവാറിൻ്റെ ഒരു നിലപാട് ഞാൻ ശ്രദ്ധിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് അവിടെ
അവിടുത്തെ ലീഡറിനെ പിടിച്ചു കൊണ്ടുപോയതിൽ അവിടുത്തെ ജനങ്ങൾ വളരെ സന്തുഷ്ടരാണ്, അവർ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇതിന് പിന്നിലായിട്ട്, നമുക്ക് സംഘപരിവാറിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമല്ല, ലോകത്ത് ആധുനികമായ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങൾക്കും ആശയങ്ങൾക്കും രാഷ്ട്രങ്ങളുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനും അവരെതിരാണ്. 1970-കളിൽ വിയറ്റ്നാം അമേരിക്കയുടെ ആക്രമണങ്ങൾക്കെതിരായിട്ട് ഈ പാവപ്പെട്ട വിയറ്റ്നാമിലെ കർഷകരായ ജനങ്ങൾ വാരിക്കുന്തമുയർത്തി, മുളങ്കുന്തങ്ങൾ ഉയർത്തി യുദ്ധം ചെയ്യുക. ഏജൻ്റ് ഓറഞ്ച് ഉൾപ്പെടെയുള്ള ജൈവ വിഷവാതകങ്ങൾ തളിച്ച് ഈ വിയറ്റ്നാമിലെ കുഞ്ഞുങ്ങളെ വരെ അമേരിക്ക കൂട്ടക്കൊല ചെയ്യുക. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ലിൻഡൻ ജോൺസനാണ്. അന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ജനസംഘത്തിൻ്റെ പ്രതിനിധിയായി ഉണ്ടായിരുന്ന ആളാണ് ആര്? വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി. വാജ്പേയി അന്ന് അമേരിക്കയിൽ വാഷിങ്ടണിൽ പോയി മിസ്റ്റർ ലിൻഡൻ ജോൺസനെ സന്ദർശിച്ചു. എന്തിനാ പോയെന്നറിയോ? അന്നത്തെ RSSൻ്റെ മേധാവിയായിരുന്ന, സർസംഘ് ചാലക്കായിരുന്ന മിസ്റ്റർ ഗോൾവാൾക്കറുടെ ഒരു അഭിനന്ദന സന്ദേശം അദ്ദേഹത്തിന് എത്തിക്കാനാണ്. എന്താ ഗോൾവാൾക്കർ കൊടുത്തയച്ച അഭിനന്ദന സന്ദേശത്ത് പറഞ്ഞെന്നറിയോ? അങ്ങ് ലിൻഡൻ ജോൺസൺ ലോകത്തിൻ്റെ ധർമ്മസാരഥ്യമാണ്. കൃഷ്ണനെപ്പോലെ ലോകത്തിൻ്റെ ധർമ്മസാരഥ്യമാണ്. അങ്ങ് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തിന്മകൾക്ക്, അനീതികൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട്. വിയറ്റ്നാമിലെ പാവപ്പെട്ട മനുഷ്യരെ ഏജൻ്റ് ഓറഞ്ച് അടിച്ച് കൊന്നുകൂട്ടുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും വേണ്ടി സമരം ചെയ്യുന്ന ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന, ബോംബിട്ട് കൊല്ലുന്ന ഒരു ഭരണകൂടത്തിന് അമേരിക്കക്ക് നേതൃത്വം കൊടുക്കുന്ന ലിൻഡൻ ജോൺസന് 1970-കളിൽ മിസ്റ്റർ ഗോൾവാൾക്കർ കൊടുത്തയച്ച സന്ദേശമാണിത്. അതുകൊണ്ട് എന്താണ് RSS നമ്മൾ ഈ കാര്യത്തിലൊന്നും ഒരു നിലപാട്, അവർ ഈ ലോകത്തിൽ ഇത്തരം സ്വേച്ഛാധികാര ഭരണകൂടങ്ങൾക്കൊപ്പമാണ്. അവർ ഹിറ്റ്ലർക്കൊപ്പമായിരുന്നു. മുസോളിനിയെ മാതൃകയാക്കിയാണ് RSSൻ്റെ സംഘടന ഉണ്ടാക്കിയത്. അവരിൽ നമ്മളത് പ്രതീക്ഷിക്കരുത്. പക്ഷേ നെഹ്റുവിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള ജനാധിപത്യത്തിനും ദേശീയതക്കും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിനും സ്വാശ്രയത്വത്തിനും വേണ്ടിയൊക്കെയുള്ള ആശയങ്ങൾക്കൊപ്പം നിന്ന് വൻശക്തി മേധാവിത്വത്തിനെതിരായിട്ട് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ തേര് തെളിച്ച ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ എന്താണ് മൗനമാണ്. വേണ്ടത്ര പ്രതികരിക്കുക. അവരൊരു കൺസേൺ അല്ല ഇതൊന്നും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരെ കൺസേൺ എന്താണ്? പിണറായി വിജയനും പിണറായി വിജയൻ സ്വർണം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ സ്ഥാപിക്കുന്ന പാട്ടൊക്കെ. പിണറായി വിജയന്റെ നിലപാട് വളരെ അതെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ലോകത്തെവിടെയും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് മുകളിൽ ഏതെങ്കിലും ഒരു രാജ്യം അധികാരം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചുള്ള തത്വങ്ങൾക്കെതിരാണ്. ഐക്യരാഷ്ട്രസഭയിലെ അംഗമായിട്ടുള്ള അതിൻ്റെ മനുഷ്യാവകാശ വിളംബരത്തിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച ചാർട്ടറിലും ഒപ്പിട്ടിട്ടുള്ള രാജ്യമാണ് നമ്മൾ, സമ്മതി കൊടുത്തിട്ടുള്ള രാജ്യമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ തത്വം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥമാണ്. അദ്ദേഹം തെമ്മാടിത്ത പ്രവർത്തനം എന്നാണ് ഈ പ്രവർത്തനമാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു ആഗോള ഗുണ്ടായുസത്തിൻ്റെ ആളാണ്. അതിനൊരു തത്വമില്ല, അതിനൊരു ധർമ്മവുമില്ല, അതിനൊരു തരത്തിലുള്ള നൈതികതയുമില്ല. അത് അതിൻ്റെ ആധിപത്യവും സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ലോകത്തെവിടെയും എന്ത് നെറുകേടും ചെയ്യും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയ ജപ്പാന് മുകളിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടത്. അതെന്തിനു വേണ്ടിയായിരുന്നു? തങ്ങൾ ഉണ്ടാക്കി വെച്ച ആണവ ബോംബ് പരീക്ഷിച്ച് ലോകത്തോട് ഇത്രയും സംഹാരശക്തിയുള്ള ആയുധങ്ങളുള്ള രാജ്യമാണ് ഞങ്ങൾ, ഇനി ഞങ്ങളോട് കളിക്കണ്ട. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച് ആ വിജയത്തിന് നേതൃത്വം കൊടുത്ത സ്റ്റാലിനല്ല, സോവിയറ്റ് യൂണിയനല്ല, അമേരിക്കയാണ് ശക്തി. അമേരിക്കയുടെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താണ്, തങ്ങളുടെ ലോകമേധാവിത്വം പ്രഖ്യാപിക്കാനാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് ആണവാഗ്നിയിൽ ലക്ഷങ്ങളെ കൊന്നുകളഞ്ഞത്. തലമുറകളിലേക്ക് ഈ ആറ്റം ബോംബിൻ്റെ അണുപ്രസരണത്തിൻ്റെ ജനിതക രോഗങ്ങൾ തലമുറകളിലേക്ക് ഇന്നും പടരുകയാണ്. മനുഷ്യരാശി ഉള്ള കാലത്തോളം അതുണ്ടാവും എന്നുള്ളതാണ്. അത്രയും വലിയ കുറ്റം, സാർവദേശീയ പാതകം ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കക്കെതിരായിട്ട് നിൽക്കുക എന്നത് രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും ജനതകളുടെ സ്വയംനിർണ്ണയത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ആശയങ്ങളുടെ കൂടെ നിൽക്കുക എന്നതാണ്.